സോയാബീനെ കൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ? അങ്ങനെ നമുക്കൊരു ഉപ്പേരി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിനായിട്ട് വേണ്ടത് കുറച്ച് സോയാബീൻ വേണം. അപ്പോൾ സോയാബീൻ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് എടുത്തിട്ട് ഈ ഒരു ഇതിലുള്ളത് കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ളതാണ്. ഇതിൻ്റെ ചെറിയ സൈസ് സോയാബീനും കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് സോയാബീൻ എടുത്തിട്ട് അത് കുതിർത്താൻ വെക്കുകയാണ്, കുറച്ച് വെള്ളത്തിൽ കുതിർത്താൻ വെക്കുകയാണ്. അങ്ങനെ ഒരു 10 മിനിറ്റ് കുതിർത്താൻ വെക്കുമ്പോൾ തന്നെ നമുക്ക് ഇതേപോലെ ആയിട്ട് കിട്ടും. എന്നിട്ട് അതിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക വേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ അകത്തുള്ള വെള്ളം കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് ഈ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ജാറ് മിക്സിന് ഇതിൽ വെച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് തിരിക്കേണ്ടത്. എന്നിട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. 2-3 തവണ തിരിക്കുന്ന സമയത്ത് തന്നെ നമുക്കിത് നല്ല രീതിയിൽ ക്രഷ് ചെയ്ത് കിട്ടും. ഈ ഒരു രീതിയിൽ കിട്ടും. നമുക്ക് വേണ്ടത് ഉള്ളിയാണ്. ഞാൻ 2 ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു പാൻ ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് 1 സ്പൂണ് കടുക് ഇട്ടിട്ട് കടുകൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴാണ് കടുക് ഇട്ടേക്കുന്നത്. അപ്പോൾ എന്നിട്ട് കടുകൊന്ന് പൊട്ടി കഴിയുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളിയില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഉള്ളിയെല്ലാം ഇട്ട് കൊടുക്കുക. പിന്നെ എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഉള്ളി പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. 1 സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് വേഗം ഒന്ന് വേവിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് ഇതൊന്ന് ഉള്ളി വെന്തിട്ട് മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ബാക്കി പൊടികളൊക്കെ ചേർക്കേണ്ടത്. എന്നാലും ഇതിലേക്ക് പെട്ടെന്ന് ഈ ഒരു ചേരുവയൊക്കെ പിടിക്കത്തുള്ളൂ. ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ 2 സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പ് ഓൾറെഡി ഇട്ടത് കൊണ്ട് ഉപ്പ് ഇടുന്നില്ല. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത്. ഇത് കുറച്ച് സമയത്തേക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ പൊടികളെല്ലാം ഇതിലേക്ക് ഈ ഉള്ളിനകത്തേക്ക് വേഗം പിടിക്കുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നേരത്തെ നമ്മൾ ഇതാക്കി വെച്ച ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള സോയാബീൻ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് വേണ്ടത്. ജസ്റ്റ് ഒന്ന് വേവുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി അത്യാവശ്യം നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് നമ്മളെ കയ്യിലുള്ള മല്ലിച്ചപ്പ് കുറച്ചെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. മല്ലിച്ചപ്പ് ഇടുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഞാൻ ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മല്ലിച്ചപ്പും കറിവേപ്പില ഇതിൻ്റെ അകത്ത് വരുന്ന സമയത്ത് ഒന്നും കൂടെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂടും. അപ്പൊ നമുക്ക് സോയാബീൻ വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഉപ്പേരി പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. നിങ്ങളിത് ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ.